നേപ്പാൾ സർക്കാരിന്റെ അഴിമതി അവസാനിപ്പിക്കണമെന്നും സമൂഹ മാധ്യമങ്ങൾക്കുള്ള നിരോധനം സർക്കാർ പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് നേപ്പാളിൽ യുവാക്കളുടെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭം നടക്കുന്നത്. യുവാക്കളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സമരം ഇപ്പോൾ വലിയ ജനകീയ സമരമായി മാറിയിരിക്കുകയാണ്. ഇതിനിടെയാണ് പ്രതിഷേധക്കാർ പാർലമെന്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. പ്രതിഷേധ മാർച്ചിന് നേരെ ആദ്യം കണ്ണീർ വാതകവും പിന്നീട് വെടിവയ്പ് നടത്തി. പോലീസ് നടത്തിയ വെടിവയ്പ്പിലാണ് നിരവധി പേർ മരണപ്പെട്ടത്. 100-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതോടെ പ്രതിഷേധം നേപ്പാൾ തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ ആളിക്കത്തിയിരിക്കുകയാണ്. പ്രക്ഷോഭം ശക്തമായതോടെ കാഠ്മണ്ഡുവിലും പരിസര പ്രദേശങ്ങളിലും സർക്കാർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജ്യത്തെ പ്രധാന നഗരങ്ങളിലെല്ലാം പ്രതിഷേധ റാലികൾ നടക്കുകയാണ്. ദേശീയഗാനം ആലപിച്ചും ദേശീയ പതാകകൾ വീശിയും മുദ്രാവാക്യം വിളിച്ചുമാണ് ആയിരക്കണക്കിന് ആളുകൾ പ്രതിഷേധ റാലി നടത്തുന്നത്. പാർലമെന്റ് മന്ദിരത്തിലേക്ക് പ്രക്ഷോഭകാരികൾ ഇടിച്ചു കയറുകയും ചെയ്തു. പാർലമെന്റിന് പുറത്തെ നിയന്ത്രിത മേഖലകളിലേക്കായിരുന്നു നിരോധനാജ്ഞ പോലും ലംഘിച്ച് പ്രക്ഷോഭകാരികൾ ഇടിച്ചു കയറിയത്. ഇതോടെ സംഘർഷം അതിരൂക്ഷമാകുകയും ചെയ്തു. പിന്നാലെ പോലീസ് കണ്ണീർവാതകം പ്രയോഗിക്കുകയും വെടിവയ്പ് നടത്തുകയും ചെയ്തു. ഈ മാസം 4-നായിരുന്നു നേപ്പാൾ സർക്കാർ സമൂഹമാധ്യമങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയത്. എല്ലാ സമൂഹമാധ്യമങ്ങൾക്കും വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തു. നേപ്പാൾ സർക്കാരിൻ്റെ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനുമെതിരെ സമൂഹമാധ്യമങ്ങളടക്കം വലിയ തോതിൽ ഉയർന്ന പ്രതിഷേധമാണ് സമൂഹമാധ്യമ നിരോധനത്തിലേക്ക് സർക്കാരിനെ നയിച്ചത്. ഇത് അംഗീകരിക്കാതെ യുവാക്കൾ വലിയ പ്രതിഷേധവുമായി നിരത്തിലിറങ്ങുകയായിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷഹീന ന്യൂസ്.